ഒരു രാജാവ് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അവൻ അടുത്ത് ചെന്നപ്പോൾ കണ്ടത് ഒരു അത്ഭുതം. കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു മണി ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് പിന്നീട് വളർന്ന് ഒരു ദിവസം കടുവയുടെ മേൽ കയറി കൊട്ടാരത്തിലേക്ക് തിരികെ വന്നു. ആ കുഞ്ഞ് ആരാണെന്ന് അറിയാമോ? അവൻ തന്നെയാണ് സ്വാമിയെ ശരണം അയ്യപ്പ. കാലങ്ങൾക്ക് മുമ്പ് ദേവന്മാർ വലിയ ഭയത്തിലായിരുന്നു. കാര എന്ന അസുരി ലോകത്തെ നശിപ്പിക്കുകയായിരുന്നു. അവളെ തോൽപ്പിക്കാൻ ഒരു ദിവ്യശക്തി മാത്രം കഴിയുമെന്ന് പ്രവചനം ഉണ്ടായിരുന്നു. അതിനാൽ ശിവഭഗവാൻ വിഷ്ണുവിന്റെ മോഹിനി അവതാരവും ചേർന്ന് ഒരു ദിവ്യശിശുവിനെ സൃഷ്ടിച്ചു. ആ ശിശുവാണ് ഹരിഹരപുത്രൻ അയ്യപ്പൻ. ഒരു ദിവസം പന്തളം രാജാവ് കാട്ടിലൂടെ വേട്ടയ്ക്ക് പോയപ്പോൾ പമ്പ നദിക്കരയിൽ ഒരു കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു മണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവ് അവനെ മണികണ്ഠൻ എന്ന് വിളിച്ചു. രാജാവും രാജ്ഞിയും അവനെ സ്വന്തം മകനായി വളർത്തി. പക്ഷേ ആരും അറിയാത്ത ഒരു രഹസ്യമുണ്ടായിരുന്നു. മണികണ്ഠൻ സാധാരണ മനുഷ്യൻ അല്ലായിരുന്നു. മണികണ്ഠൻ വളരുമ്പോൾ അവന്റെ കഴിവുകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. യുദ്ധകലകളും ശാസ്ത്രങ്ങളും അവൻ വളരെ വേഗം പഠിച്ചു. രാജ്യത്തിലെ ജനങ്ങൾ അവനെ വളരെ സ്നേഹിച്ചു. പക്ഷേ മന്ത്രിക്ക് ഇത് ഇഷ്ടമായില്ല. രാജാവിന്റെ സ്വന്തം മകൻ രാജാവാകണം എന്ന് അവൻ ആഗ്രഹിച്ചു. അതിനാൽ അവൻ രാജ്ഞിയോട് ഒരു കപട പദ്ധതി പറഞ്ഞു. രാജ്ഞി രോഗം നടിച്ചു. എനിക്ക് കടുവയുടെ പാലാണ് മരുന്ന് എന്ന് പറഞ്ഞു. കടുവയുടെ പാൽ കൊണ്ടുവരാൻ ആരും ധൈര്യം കാണിച്ചില്ല. പക്ഷേ അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം. മണികണ്ഠൻ കാട്ടിലേക്ക് യാത്ര തുടങ്ങി. പക്ഷേ കാട്ടിൽ അവനെ കാത്തിരുന്നത് ഭീകരമായ ഒരു അസുരിയായിരുന്നു. ആ അസുരിയാണ് മണികണ്ഠനും മഹിഷിയും ഭീകരമായ യുദ്ധം നടത്തി. അവസാനം അയ്യപ്പൻ മഹിഷിയെ സംഹരിച്ചു. പിന്നീട് അയ്യപ്പൻ ഒരു കടുവയുടെ മേൽ കയറി പല കടുവകളോടൊപ്പം കൊട്ടാരത്തിലേക്ക് തിരികെ വന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവരും അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് അയ്യപ്പൻ രാജാവിനോട് പറഞ്ഞു, എനിക്ക് ഒരു ക്ഷേത്രം പണിയുക. അമ്പ് എറിഞ്ഞപ്പോൾ അത് വീണ സ്ഥലം ഇന്നത്തെ ശബരിമല ദേക്കന്ത്. ഇന്ന് കോടിക്കണക്കിന് ഭക്തർ അവിടെ എത്തി ഒരേ ശബ്ദത്തിൽ വിളിക്കുന്നു, സ്വാമിയെ ശരണം അയ്യപ്പ. ഹരിഹരസുതനയ്യനയപ്പ സ്വാമിയേ ശരണയ്യപ്പ. ഹരിഹരസുതനയ്യനയപ്പ സ്വാമിയേ ശരണയ്യപ്പ.